Dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ സെറ്റ്സ് എന്ന ചാപ്റ്ററിലുള്ള എല്ലാ വെൻ ഡയഗ്രങ്ങളെ കുറിച്ചുമാണ്. നമ്മൾ പഠിച്ചതുപോലെ ഒരു വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്, അഥവാ ചിത്രങ്ങൾ മുഖേന സെറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മാത്തമാറ്റിഷ്യനായ ജോൺ വെൻ ആണ് ഈ രീതി ഡെവലപ്പ് ചെയ്തത്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റും അതിനെ തുടർന്ന് 3 സെറ്റുകളും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ്. ഉദാഹരണമായി നമുക്ക് തന്ന സെറ്റ് u ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു 10 അഥവാ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. a ഈക്വൽ ടു 1 2 3 4, b equal to 3 4 5 6, c equal to 4 5 6 7. ഈ 3 സെറ്റുകളും തന്നിട്ടുണ്ട്. അതിനെ ഉൾക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റും തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യമായി നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് വരക്കുക. ഫസ്റ്റ് യൂണിവേഴ്സൽ സെറ്റാണ് നമ്മൾ വരക്കേണ്ടത്. ഇനി ഇതിനുള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 സെറ്റുകൾ രേഖപ്പെടുത്തണം. എ എന്ന സെറ്റ്, അതേപോലെ ബി എന്ന സെറ്റ്, മൂന്നാമതായിട്ട് സി എന്നൊരു സെറ്റ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ഇനി നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആരാണെന്നാണ്. നമുക്കറിയാം എയിലും ബിയിലും സിയിലും ഉൾക്കൊള്ളുന്ന എലമെന്റ് എന്ന് പറയുന്നത് 4 ആണ്. 3 സെറ്റിലും 4 ഉണ്ട്. അതാണ് ആദ്യമായിട്ട് നമ്മൾ, അഥവാ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പോൾ ഈ 3ലും ഉൾക്കൊള്ളുന്ന സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഫസ്റ്റ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എഴുതി വെക്കണം. ആരൊക്കെയാണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്? 3 4 ആണ്. സെറ്റ് 3 4. അതേപോലെ ബിയിലും സിയിലും കോമൺ ആയിട്ട് ആരാളുള്ളത്? ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 4 5 6 ആണ്. 4 5 6. എയിലും സിയിലും കോമൺ ആയിട്ടുള്ളതോ? എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 4 മാത്രമേ ഉള്ളൂ. ഈ 3 സെറ്റുകളും നമ്മൾ അതിന്റെ സ്ഥാനത്ത് മാർക്ക് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന ഈ സ്പേസിലും ബി എന്ന് പറയുന്ന ഈ സ്പേസിലും ഇത് രണ്ടിലും കൂടി ചേർന്നത് ഈ ഒരു രണ്ടിലും കൂടെ ചേർന്ന സ്ഥലത്ത് 4 ഓൾറെഡി നമ്മൾ 3ലും കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ബിയുടെ സ്പേസ്. ഈ സ്പേസ് ഇങ്ങനെ, ദിസ് ഈസ് ദ സ്പേസ് ഓഫ് ബി ആൻഡ് ദിസ് ഈസ് ദ സ്പേസ് ഓഫ് സി. അപ്പൊ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ഓൾറെഡി 4 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 5ഉം 6ഉം അവിടെ മാർക്ക് ചെയ്യണം. അതേപോലെ എ ഇന്റർസെക്ഷൻ സി ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എയിൽ ബാലൻസ് വരുന്ന എലമെന്റ് ആരൊക്കെയാണ്? 1 2 ആണ്. അപ്പോൾ 1 2 നമ്മൾ മാർക്ക് ചെയ്തു. ബിയിൽ 3 4 5 6 ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സിയിൽ നമുക്ക് 4 5 6 7. അപ്പോൾ 4 5 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 7 മാർക്ക് ചെയ്യണം. ഇനി ബാക്കിയുള്ള എലമെന്റ് ആരൊക്കെയാണ്? 8 9 10. ഇത് ഈ 3 സെറ്റുകൾക്ക് പുറത്തായിട്ട് യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇതാണ് നമുക്ക് തന്ന സെറ്റുകളുടെ ഒരു രീതി. ഇനി നോക്കൂ, ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു ഉദാഹരണം നോക്കാം. ഇപ്പൊ നമുക്ക് u ഈക്വൽ ടു 1 2 3 4 5 6 എന്ന് തന്നിട്ടുണ്ട്. a ഈക്വൽ ടു സെറ്റ് 1 2, b ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്നാണ് തന്നത് വിചാരിച്ചോളൂ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ നമുക്ക് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി നമ്മൾ ഇതിന്റെ വെൻ ഡയഗ്രം വരക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂണിവേഴ്സൽ സെറ്റ് വരക്കുന്നു, എയും ബിയും. ഇനി ബി എന്ന് പറയുന്ന സെറ്റാണ് വലിയ സെറ്റ്. അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യേണ്ടത്? എ എന്ന സെറ്റ് വരക്കേണ്ടത്. ദിസ് ഈസ് ദ സെറ്റ് ബി ആൻഡ് ദിസ് ഈസ് ദ സെറ്റ് എ. ഇനി എയിൽ വരുന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? എയിൽ വരുന്നത് 1 2 ആണ്. 1 2
ഇനി ബിയിൽ 1 2 3 4 വരും. ആൾറെഡി 1 2 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് 3 4 മാർക്ക് ചെയ്യാം. ഇനി ഈ രണ്ട് സെറ്റിലും പെടാത്ത എലമെന്റ്സ് ആരൊക്കെയാണ്? 5 6. അത് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി യു, സെറ്റ് എ, സെറ്റ് ബി. ഓക്കെ, ഇതാണ് ഇതിന്റെ വെൻ ഡയഗ്രമായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇനി ഫസ്റ്റ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ്, വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പഠിച്ച കൺസെപ്റ്റ് യൂണിയൻ ഓഫ് ടു സെറ്റ്സിന്റെ എ യൂണിയൻ ബി ആണ്. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രമാണ് ഇനി വരക്കാൻ പോകുന്നത്. എ യൂണിയൻ ബി എന്താണ്? എയും ബിയും ചേർന്ന സെറ്റാണ്. അപ്പോൾ നമ്മൾ കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ യൂണിയൻ ബി നമ്മൾ എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് ദ സെറ്റ് എ ആൻഡ് ദിസ് ഈസ് ദ സെറ്റ് ബി. കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചേർത്ത് വരക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. എയിലും ബിയിലും പൂർണ്ണമായിട്ടും ഷെയ്ഡ് ചെയ്ത് എന്തായി? അത് എ യൂണിയൻ ബി ആയി. ദിസ് ഈസ് ദ വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി. നമ്മൾ എന്ത് ചെയ്തു? എയിലും ബിയിലും പൂർണ്ണമായിട്ടും ഷെയ്ഡ് ചെയ്തു. അതായത് ഈ എയും ബിയും ഉൾക്കൊള്ളുന്ന ഫുൾ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുമില്ല എങ്കിൽ ഇവിടെ നമ്മൾ യു മാർക്ക് ചെയ്യണം. ഇനി എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുമില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ രണ്ട് സർക്കിളും രണ്ട് സ്ഥലത്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വേറിട്ട് വരക്കണം. ഇങ്ങനെ ദിസ് ഈസ് ദ സെറ്റ് എ, ദിസ് ഈസ് ദ സെറ്റ് ബി ആൻഡ് ദിസ് ഈസ് യൂണിവേഴ്സ് സെറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യണം എ യൂണിയൻ ബി. ഇങ്ങനെ എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ് സെറ്റ് എ. ദിസ് ഈസ് ദ സെറ്റ് ബി. അപ്പോൾ എ യൂണിയൻ ബി ആണ് ഇങ്ങനെയാണ്. ഇനി 3 സെറ്റുകളാണ് ഉള്ളതെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. എ യൂണിയൻ ബി യൂണിയൻ സി, എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് എ ആണ്, രണ്ടാമത്തെ സെറ്റ് ബി ആണ്, മൂന്നാമത്തെ സെറ്റ് സി ആണ്. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ ഷെയ്ഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഫുൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡിങ് വന്നു കഴിഞ്ഞാൽ ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. 3 സെറ്റുകൾ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്റർസെക്ഷൻ എന്താണ്? ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെൻ ഡയഗ്രം വരക്കുന്നു. രണ്ട് സെറ്റിലും കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എങ്ങനെയാണ് നമ്മൾ വരക്കുക? രണ്ട് സെറ്റിലും കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ സ്പേസ് അഥവാ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ പ്ലേസ്. ദിസ് പ്ലേസ് ഈസ് കാൾഡ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇനി രണ്ടിലും കോമൺ ആയിട്ട് ആരുമില്ലെങ്കിൽ എന്താണ് സ്ഥിതി? കോമൺ ആയിട്ട് ആരുമില്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് എ, ഇതാണ് ബി, കോമൺ ആയിട്ട് ആരുമില്ല. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി യു. ഇത് ഇതേപോലെ നിർത്തുകയാണെങ്കിൽ അതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം. നൾ സെറ്റ് ആണ് എ ഇന്റർസെക്ഷൻ ബി. രണ്ടിലും കോമൺ ആയിട്ട് ആരില്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് വരക്കാനുള്ളത്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നോക്കൂ, നല്ല മനസ്സിലാക്കേണ്ടത് എയും ബിയും ഇതിൽ ചെറിയ സെറ്റ് എ ആണ്. അപ്പൊ ഇന്റർസെക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ചെറിയ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. അപ്പോ നമ്മൾ ഇതിന്റെ വെൻ ഡയഗ്രം എങ്ങനെയാണ് വരക്കുക? ഇങ്ങനെ വരക്കുന്നു. ദിസ് ഈസ് ദ യൂണിവേഴ്സിറ്റി യു ആൻഡ് എ യും ബി രണ്ട് സെറ്റുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം വലിയ സെറ്റ് ആരാണ്? ബി എന്നതാണ് വലിയ സെറ്റ്. ഇതാണ് അതിൻ്റെ ഉള്ളിലാണ് എ. ദിസ് ഈസ് ദ സെറ്റ് ബി ആൻഡ് ദിസ് ഇസ് സെറ്റ് എ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ഉള്ളത്. ഈ രണ്ട് സർക്കിളും കോമൺ ആയിട്ടുള്ളത് ആരാണ്? ആ ചെറിയ സർക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയയാണ് നമ്മൾ ഈ
ഷെയ്ഡ് ചെയ്ത ഭാഗത്തെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അത് എയുടെ ഭാഗമാണ്. അതിനാൽ ഈ എയുടെ ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 3 സെറ്റുകൾ ഇന്റർസെക്ഷൻ എങ്ങനെയാണ് വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. 3 സെറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂണിവേഴ്സൽ ചേർക്കുന്നു. ദിസ് ഈസ് എ സെറ്റ് എ, സെറ്റ് ബി, മൂന്നാമത്തെ സെറ്റ് സി. എ ബി സി, ഇത് യൂണിവേഴ്സിറ്റി യു ആണ്. ഇനി 3ന്റെയും ഇന്റർസെക്ഷൻ എന്നുള്ള ഭാഗം ഏതാണ്? ഇതാണ്. ദിസ് ഈസ് ദ ഇത്രയും സ്പേസ് ആണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ എ ഇന്റർസെക്ഷൻ ബി എവിടെയാണ് വരുന്നത്? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. എ ഇന്റർസെക്ഷൻ ബി. ഇനി ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ വേറൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ഇന്റർസെക്ഷൻ സി എങ്ങനെയാണ് വരിക? നോക്കൂ, ഇതാ, ഇതാണ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന സ്ഥലം. ഇനി ഞാൻ മൂന്നാമത് മാർക്ക് ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ സി ആണ്. എ ഇന്റർസെക്ഷൻ സി എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഇങ്ങനെയാണ് എ ഇന്റർസെക്ഷൻ സി മാർക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ഫിഗറും, അതായത് എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ സിയും കോമൺ ആയിട്ട് വരുന്ന ഈ ഇത്രയും സ്ഥലം, ഈ സ്ഥലത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും സ്ഥലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഈ സ്പേസിനെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ സ്പേസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് 3ന്റെയും ഇന്റർസെക്ഷൻ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി വരയ്ക്കുമ്പോൾ നമ്മൾ ഈ സ്പേസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതിലുള്ള എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പ്ലേസ്, ഇത് എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്, ഇപ്പുറത്തുള്ളത് ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള പ്ലേസ്. ഇനി ഇവിടെ നമ്മൾ ഇവിടെ ഈ സ്പേസ് ഏതാണ്? ഇത് എ ഓൺലിയാണ്, എ മാത്രം. ഇതോ ബി മാത്രമുള്ളത്, ഇവിടെയോ സി മാത്രമുള്ളത്. അപ്പൊ അതിലേക്ക് എ ഓൺലി, എയിലുള്ളത് മാത്രം റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ വരയ്ക്കുക. ബിയിലുള്ളത് മാത്രമാണെങ്കിൽ ഇവിടെയാണ് എഴുതേണ്ടത്. ഇപ്പൊ നമ്പറുകളൊക്കെ തരികയാണെങ്കിൽ സി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെ നമുക്കവിടെ ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എ മൈനസ് ബി ആണ്. സെറ്റ് എ മൈനസ് ബി. നോക്കൂ, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് എ മൈനസ് ബി? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി എന്നാണ്. എയിലുണ്ട് പക്ഷെ ഇവിടെ ഇല്ല, ബിയിലില്ല. അപ്പൊ നമുക്ക് അതിന്റെ വെൻ ഡയഗ്രം വരക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരക്കുക. ഫസ്റ്റ് ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ദിസ് ഈസ് യു, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എയിൽ ഉള്ള ഭാഗമാണ്, പക്ഷെ എവിടേക്ക് കടക്കാൻ പാടില്ല, നമ്മൾ ബിയിലേക്ക് കടക്കാൻ പാടില്ല. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ, ദിസ് ഈസ് എ മൈനസ് ബി. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബി മൈനസ് എ വരക്കാം. എങ്ങനെയാണ് ബി മൈനസ് വരക്കുക? നമ്മൾ ഇതേപോലെ എ വരക്കുന്നു, സെറ്റ് ബി വരക്കുന്നു. ദിസ് ഈസ് യു, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഇനി ബി മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ബിയിലുണ്ട് പക്ഷെ എ ഇല്ല. അപ്പൊ ബിയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ ബി മൈനസ് എ. ബിയിലുണ്ട് പക്ഷെ നമുക്ക് എവിടേക്ക് കിടക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ എ മൈനസ് ബി ഒന്നും ഇതിൽ ബി. ഇനി ഒരേ സമയം രണ്ടും എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുമ്പോഴോ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിലും മാർക്ക് ചെയ്യണം എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഈ ഫിഗറിന് പറയുന്ന പേരാണ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എക്ക് പറയുന്ന പേരാണ് സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയും. അത് നമ്മൾ സാധാരണ ഇതിൽ റെപ്രസെന്റ് ചെയ്യാനുള്ളത് എ ഡെൽറ്റ ബി ആണ്. നിങ്ങളെ ബോർഡ് എക്സാമിനേഷൻ ഇല്ല, സാധാരണ കീമിനും അതേപോലെ ജെയ്ക്കൊക്കെ നമ്മൾ എ ഡെൽറ്റ ബി. വാട്ട് ഈസ് എ ഡെൽറ്റ ബി? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫിഗർ ഒന്ന് മാത്രം വരച്ചാൽ എ മൈനസ് ബി, അപ്പുറം മാത്രം വരച്ചാൽ ബി മൈനസ് എ. രണ്ടും കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണ് ഈ വരച്ചത്. ഇതാണ് ഡിഫറൻസിന്റെ
വെൻ ഡയഗ്രാം. ഇനി നമുക്ക് കോംപ്ലിമെന്റുമായി ബന്ധപ്പെട്ടുള്ള എ ഡാഷിന്റെ വെൻ ഡയഗ്രാം വരക്കണം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? യു എന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന സെറ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരക്കുന്നു, യു, എന്നിട്ട് എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് എ. ഇനി എന്താണ്? യുവിൽ ഉണ്ട്, പക്ഷെ അത് എവിടെ ഉണ്ടാവില്ല? എയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എയിലില്ലാത്ത ഭാഗം. നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയ്ഡിങ്ങിനെയാണ് നമ്മൾ, ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തെയാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് എ ഡാഷ്. ഇത്രയും ഭാഗം. അപ്പോൾ എയിൽ ഇല്ല, പക്ഷെ എവിടെ ഉണ്ട്? യുവിലുണ്ട്. അതാണ് യു മൈനസ് എന്ന് പറയുന്നത്, എ ഡാഷ് എന്ന റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫിഗറാണ് വരയ്ക്കാനുള്ളത്. അത് ഡിമോർഗൻസ് ലോയുടെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിമോർഗൻസ് ലോയുടെ രണ്ട് പ്രധാനപ്പെട്ട ലോസ് ഉണ്ട്. ഒന്ന്, എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതിന്റെ രണ്ടിന്റെയും ഫിഗർ നമുക്കൊന്ന് വരക്കാം. ഫസ്റ്റ് നമ്മൾ വരക്കുന്നത് എ യൂണിയൻ ബി ഓൾ ഡാഷ് ആണ്. അപ്പൊ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക. ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് യു, എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് യു. ഇനി എന്താണ് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ചേർന്നത്, അതിന് പുറത്തുള്ളതാണ് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ. യുവിലുണ്ട്, പക്ഷെ എവിടെ ഉണ്ടാവില്ല? എ യൂണിയൻ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാണ്, ഈ സ്പേസിനെയാണ് നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറയുന്നത്. നോക്കൂ, ദിസ് ഈസ് കാൾഡ് എ യൂണിയൻ ബി ഓൾ ഡാഷ്. എ യൂണിയൻ ബിയിലേക്ക് കടക്കാൻ പാടില്ല. എവിടെ ഉണ്ടാവും? അത് യുവിലുണ്ടാവും. ഇത്രയും നമ്മൾ ഈ ലൈനിന്റെ സ്പേസിനെയാണ് നമ്മൾ, ഈ ഏരിയയാണ് നമ്മൾ, ദിസ് ഈസ് ദ ഏരിയ ഓഫ്, ഈ മഞ്ഞ ലൈനുള്ള ഈ ഏരിയയാണ് നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് വരക്കാം, ഇതിന്റെ റൈറ്റ് സൈഡ്. അതായത് ഇവിടെ ഞാൻ യൂണിവേഴ്സിറ്റി യു വരക്കുന്നു, this is the set A and this is the set B. This is U, this is A and B. ഇനി ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എ ഡാഷ് ആണ്. എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എയിലുണ്ട്, യുവിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? എയിലില്ല. അപ്പോൾ യുവിലുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം. എയിലേക്ക് കടക്കാൻ പാടില്ല. എയിലേക്ക് കടക്കാതെ നമ്മൾ വരക്കുന്നതിനാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ലൈൻ ഒരിക്കലും എയിലേക്ക് കടക്കാൻ പാടില്ല. എയിലേക്ക് കടക്കാതെ നമ്മൾ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് കാൾഡ് എ ഡാഷ്. ഇങ്ങനെ നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഫിഗറിനെയാണ് നമ്മൾ എ ഡാഷ്. ഇപ്പോൾ നമ്മൾ വരച്ചത് എ ഡാഷ് ആണ്. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് എന്താണ്? ബി ഡാഷ് ആണ്. ഇപ്പൊ ബി ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിയിൽ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവിടെ വരാം. ബിയിലല്ലാത്ത എല്ലാ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്യണം. ബിയിലേക്ക് കടക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ പച്ച ലൈൻ ഇട്ട് വരച്ചതാണ് ബി ഡാഷ്. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നോക്കൂ, കോമൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്ത് കോമൺ ഇല്ല, കാരണം ഒറ്റ ലൈനുള്ളൂ. ഇവിടെ ഓൺലി ഗ്രീൻ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ എന്തില്ല? ഇവിടെ വൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇല്ല. കോമൺ എന്ന് പറയുമ്പോൾ രണ്ട് ലൈനും കൂടെ ചേർന്നത്. ഇപ്പൊ ഞാൻ ഇത് രണ്ടോടെ ഒഴിവാക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ ഫിഗർ ഏതാണ്? ഫിഗർ കിട്ടിയതാ? ഇവിടെ ഈ സ്പേസ് ഇതാ, ഇതിൽ നോക്കൂ. ഇപ്പൊ നമുക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ മഞ്ഞ ലൈനുള്ള പ്ലേസ് അല്ലേ? നമുക്ക് ഇവിടെയും കിട്ടിയിട്ടില്ലേ? ഈ ചുറ്റിലുള്ള ഇത് രണ്ടിലും സ്പേസ് ഒഴിവാണ്, കാരണം ഇന്റർസെക്ഷൻ ആകുമ്പോൾ
ഇതിലുണ്ടാവില്ല. ഈ പച്ചയും വെള്ളയും കൂടി ചേർന്ന ഭാഗം എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം പൊസിഷൻ ആണ്, സെയിം പ്ലേസ് ആണ്, സെയിം ഏരിയ ആണ്. ദാറ്റ് ഈസ് വൈ we can say that A unit B all dash equal to A dash intersection B dash. ഇനി അടുത്തൊരു വെൻ ഡയഗ്രം കൂടി ഉണ്ട്. അതേതാണ്? A intersection B all dash. A intersection B all dash is equal to A dash union B dash. ഇതും കൂടെ നമുക്ക് ഒന്ന് വരച്ച് നോക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? A intersection B all dashന്റെ വെൻ ഡയഗ്രമാണ് വരക്കേണ്ടത്. നോക്കൂ, ഇതാണ് A intersection B യുടെ വെൻ ഡയഗ്രം. നമ്മൾ this is the set A and this is the set B. യു എ ബി. ഇനി ഇതാണ് എ ഇന്റർസെക്ഷൻ. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കത് എവിടെയാണ് വരിക? എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്ത എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയിലേക്ക് കടക്കാൻ പാടില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ ഷെയ്ഡ് ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബിയിലേക്ക് കടക്കാൻ പാടില്ല. ഇപ്പം ഞാൻ വരച്ചത് എ ഇന്റർസെക്ഷൻ ബി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗമാണ്. അതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ ഡാഷ് യൂണിയൻ ബി ഡാഷ് വരക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെൻ ഡയഗ്രത്തിൽ എന്ത് ചെയ്യുക? അത് ആ രണ്ട് സെറ്റും നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് യു, ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ് എ ബി. ഞാൻ ഫസ്റ്റ് എ ഡാഷ് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, എ ഡാഷ് എന്ന് പറയുന്നത് എയിലുണ്ടാവാൻ പാടില്ല. യുവിലുണ്ട്, പക്ഷെ എയിലില്ല. അപ്പോൾ എയിലേക്ക് കടക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഡാഷ് മാർക്ക് ചെയ്യണം. എയിലേക്ക് കടക്കാതെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി ബി ഡാഷ് ഞാൻ മാർക്ക് ചെയ്യാൻ പോണ്. വാട്ട് ഈസ് ബി ഡാഷ്? ബിയിലേക്ക് കടക്കാൻ പാടില്ല. ഈ മഞ്ഞ വര ഒരിക്കലും ബിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. അതാണ് ബി ഡാഷ് എന്നുള്ളത്. യുവിലുണ്ട്, പക്ഷെ അവിടെ ഇല്ല, ബിയിലുണ്ടാവില്ല. അപ്പോൾ ബിയിലേക്ക് കടക്കാൻ പാടില്ല. ഇപ്പം നോക്കൂ, ഈ ഫിഗറും തമ്മിൽ സെയിം ഏരിയ അല്ലേ? നോക്കൂ, ഇവിടെ മാത്രമേ ഒഴിവുള്ളൂ, അതേപോലെ ഇതിനും ഇവിടെ മാത്രമേ ഒഴിവുള്ളൂ. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഇന്റർസെക്ഷനും എടുക്കണം, ഈ പാർട്ടും എടുക്കണം, ഈ പാർട്ടും എടുക്കണം. കാരണം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ ചെറുതാണ്. അതായത് ഈ വരച്ച ഫുള്ളാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത്. നോക്കൂ, എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും എ ഇന്റർസെക്ഷൻ ബി ഒഴികെ ബാക്കിയുള്ള ഫുൾ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. therefore these two results are true. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഈ രണ്ട് വെൻ ഡയഗ്രങ്ങളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഡി മോർഗൻസ് ലോയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ സാധാരണ പരീക്ഷ ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് നമ്മൾ ബോർഡ് എക്സാമിനേഷൻ ലെവലിലുള്ള പ്രധാനപ്പെട്ട വെൻ ഡയഗ്രംസ്.